ഞാൻ സന്ദീപിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നിപ്പോൾ മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ്റെ ഒരു പ്രതികരണം ഒന്ന് കാണാം. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MP-ക്ക് പുറമെ മന്ത്രിസഭയിൽ ആർക്ക് പ്രാതിനിധ്യം നൽകണം എന്നുള്ള വിഷയം വരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരു ക്രൈസ്തവ സമുദായത്തെ അംഗത്തെ ആ ചുമതലയെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ക്രൈസ്തവ സമുദായത്തിനോട്, ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളോട് നരേന്ദ്രമോദി സർക്കാർ കാണിക്കുന്ന തുല്യതയുടെ മനോഭാവം, ആ മനോഭാവമാണ് വ്യക്തമാകുന്നത്. സന്ദീപ്, ഡോക്ടർ മുസ്തഫയും ചാമക്കാലം പറഞ്ഞ താങ്കൾ മറുപടി പറഞ്ഞു. അതിനു മുമ്പ് ശ്രീ സന്ദീപ് വാര്യർ ഇപ്പോൾ ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കുന്നത് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലേക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാനാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിങ്ങനെ അങ്ങനെ പച്ചയ്ക്ക് പറയണോ എന്ന് പറഞ്ഞാൽ ഈ ജോർജ് കുര്യൻ BJP-യിലേക്ക് വരുന്നത് 80കളിലാണ്. നിങ്ങളുടെ ABVP-യിലൂടെ, നിങ്ങളുടെ യുവമോർച്ചയിലൂടെ, പാർട്ടിയുടെ ഓരോരോ പദവികളിലൂടെ വന്ന് മറ്റേതൊരു പ്രവർത്തകനെയും പോലെ അദ്ദേഹത്തിന് ഇതുവരെ കിട്ടേണ്ടത് കിട്ടിയോന്ന് മാത്രമേ സംശയമുള്ളൂ. അങ്ങനെ ഏറ്റവും പക്വതയുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തകന് സഹമന്ത്രി സ്ഥാനം കൊടുക്കുമ്പോൾ അദ്ദേഹം ക്രൈസ്തവനായതുകൊണ്ട് മാത്രം കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഇക്കാലം അത്രയുമുള്ള രാഷ്ട്രീയത്തെ റദ്ദാക്കലല്ലേ സന്ദീപ് വാര്യർ? അങ്ങനെ പറയാൻ പാടുണ്ടോ? ലക്ഷ്മി, നമ്മൾ എവിടെ നിന്നിട്ട് അതൊക്കെ ചർച്ച ചെയ്യുന്നത്? തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന് ലത്തീൻ കത്തോലിക്കാരുടെ വോട്ട് കിട്ടുമോ കിട്ടില്ലയോ എന്ന ദിവസങ്ങളോളം ചർച്ച നടത്തിയവരല്ലേ നമ്മളൊക്കെ? അതല്ലേ കേരളത്തിലെ രാഷ്ട്രീയം? എറണാകുളത്ത് ഒരു ലത്തീൻ കത്തോലിക്കനല്ലാതെ മറ്റൊരാൾ ജയിക്കുമോ? അല്ലെങ്കിൽ മലപ്പുറത്ത് ഒരു മുസ്ലിം സമുദായക്കാരനല്ലാതെ മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കാൻ അവരാരെങ്കിലും ധൈര്യപ്പെടുമോ? അല്ലെങ്കിൽ പൊന്നാനിയിൽ, അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ജാതി മതവും തിരിച്ചല്ലേ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്? അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ കഴിഞ്ഞ 2 മാസക്കാലമായി മുഴുവൻ ചർച്ചകൾ നടന്നത്? പോട്ടെ, BJP മുസ്ലിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നില്ലേ എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ നിരന്തര ചർച്ചയായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലോ മറ്റ് പല സ്ഥലങ്ങളിലോ കോൺഗ്രസ് പോലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഇപ്പോൾ ആ ചർച്ചയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ പല സാഹചര്യങ്ങളും പല നിലപാടുകളും മാറ്റി പറയുകയാണ്. ഇവിടെ ക്രൈസ്തവ സമുദായത്തിലെ തീർച്ചയായിട്ടും അവരുടെ സമുദായ അംഗമായിട്ടുള്ള ഒരാൾ മന്ത്രിയാവുന്നത് തീർച്ചയായിട്ടും അവർക്ക് വലിയ അംഗീകാരമാണെന്നുള്ള തർക്കമൊന്നുമില്ല. അങ്ങനെ ശരിയാണ്. പക്ഷേ ക്രൈസ്തവൻ എന്നതുപരി ജോർജ് കുര്യൻ നിങ്ങളുടെ പാർട്ടിയുടെ ഓൺ നേതാവാണ്, ഓൺ സ്വത്താണ്. അല്ല അനിലാന്റണിയെ പോലെ ഇന്നലെ വന്ന ആളല്ല, അബ്ദുള്ളക്കുട്ടിയെ പോലെ ഇന്നലെ വന്ന ആളല്ല, അങ്ങനെ മറ്റു പലരെയും പോലെ ഇന്നലെ വന്ന് കയറിയ ആളല്ല. നിങ്ങളുടെ ഓൺ സ്വത്താണ് BJP-യുടെ. ഇപ്പോൾ ഇപ്പം ഞാൻ ജനിക്കുന്നത് 86-ലാണ്. അതിനു മുമ്പ് തന്നെ പാർട്ടിയിൽ ഇപ്പോൾ താങ്കൾ ജോർജ് കുര്യൻ പാർട്ടിയിലേക്ക് വരുമ്പോൾ സന്ദീപ് വാര്യർ പാർട്ടിയിൽ എന്തായാലും ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. അപ്പം ആ കാലത്ത് വന്ന ഈ BJP-ക്ക് യാതൊരു പ്രോസ്പെക്ടസും അത് കൽപ്പിച്ചു കൊടുക്കാൻ പോലും കഴിയാത്ത കാലത്ത് പാർട്ടിയിലേക്ക് ഒന്ന് പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ പാർട്ടി പ്രവർത്തകൻ എന്നുള്ളത് എനിക്ക് കൊടുത്തു. ഇപ്പം കാര്യം ശരിയാണ്. ഇതൊക്കെയാണെങ്കിൽ കൂടിയും വി മുരളീധരൻ പറയേണ്ടതുണ്ടോ? അത് പറയാൻ പാടുണ്ടോ? അദ്ദേഹം ക്രൈസ്തവനായതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കി എന്ന് പറയാൻ പാടുണ്ടോ സന്ദീപ് വാര്യർ? അതല്ല, നിങ്ങൾക്ക് അങ്ങനെ പറയാമായിരുന്നു. വി മുരളീധരൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയണമെങ്കിൽ ഒരു ധാർമ്മികത വേണമല്ലോ. ആ ധാർമ്മികത നിങ്ങൾക്കുണ്ടോ? കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും മാധ്യമങ്ങൾക്കോ രാഷ്ട്രീയ പ്രവർത്തകർക്കോ പാർട്ടികൾക്കോ ആ ധാർമ്മികതയുണ്ടോ? അങ്ങനെ പറയാൻ ധാർമ്മികതയുണ്ടോ? ഇല്ലല്ലോ. നമ്മളെല്ലാവരും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്, വോട്ട് ചോദിക്കുന്നത്, ഇന്ന സ്ഥാനാർത്ഥിക്ക് ഇന്ന മതക്കാരുടെ വോട്ട് കിട്ടുമോ എന്ന് വരെ ചർച്ചയിൽ നമ്മൾ ഇഴകീറി പരിശോധിക്കുന്നു ഒക്കെ ഇവിടെയല്ലേ? ഓരോ സഭക്കാരും ഓരോ മത സാമുദായിക നേതാക്കളും തെരഞ്ഞെടുപ്പിൽ അഭിപ്രായം പറയുന്നില്ലേ? വി മുരളീധരന് മാത്രമായിട്ട് അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല. നമുക്ക് ധാർമ്മികതയില്ല, അങ്ങനെ പറയാൻ നമുക്കൊരു ധാർമ്മികത. എങ്കിൽ കൂടിയും നിങ്ങളുടെ ഉദ്ദേശം ക്രൈസ്തവ സമുദായത്തിലേക്ക് സ്വാധീനം ചെലുത്താനാണെങ്കിൽ കൂടിയും അത് പറയേണ്ടതില്ലല്ലോ. അത് എടുത്തു പറയേണ്ട കാര്യമുണ്ടോ? അത് അണ്ടർസ്റ്റുഡ് ആണ്, ഓക്കെ. അത് എടുത്തു പറയുമ്പോഴത്തേക്ക് ജോർജ് കുര്യന് പറയേണ്ടി വരികയാണ്, ഞാൻ ക്രൈസ്തവനായതുകൊണ്ട് എനിക്ക് കിട്ടിയ മന്ത്രിസ്ഥാനമല്ല, ഞാൻ എല്ലാവരുടെയും മന്ത്രിയാണ്, എല്ലാവരെയും നോക്കേണ്ടത് ഉത്തരവാദിത്തമാണ് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരികയല്ലേ സാർ? അങ്ങനെയല്ല. ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തൊരു മന്ത്രി എല്ലാവർക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുക. നിങ്ങൾ നേരത്തെ പല പേരുകൾ സൂചിപ്പിച്ചു, പല ആളുകളുടെ പേരുകൾ സൂചിപ്പിച്ചു. കേരളത്തിലെ BJP-ക്കകത്ത് ക്രൈസ്തവ സമുദായാംഗങ്ങളായിട്ടുള്ള നിരവധി നേതാക്കളുണ്ട്. അവരിൽ ജോർജ് കുര്യന് തന്നെ മന്ത്രിസ്ഥാനം കിട്ടാൻ കാരണമായത് തീർച്ചയായിട്ടും താങ്കൾ സൂചിപ്പിച്ച ആ സീനിയോറിറ്റിയും 80 മുതൽക്ക് തന്നെ BJP-യോടൊപ്പം അടിയുറച്ച് നിൽക്കുന്ന ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള കേഡറിന് കൊടുത്തുള്ള അംഗീകാരം തന്നെയാണ്. ഞങ്ങൾക്കൊക്കെ അതിൽ അഭിമാനമുണ്ട്. ഇന്ന് രാവിലെ മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ ഞാൻ ഇക്കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് മറ്റു പല പ്രവർത്തകർക്കും ഒരു മാതൃകയാണ് എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങ് പറഞ്ഞത് 100% ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റിന് കിട്ടിയിട്ടുള്ള അംഗീകാരമാണെന്ന് തർക്കമൊന്നുമില്ല. പക്ഷേ ആ അംഗീകാരം എന്ന് പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്, ക്രൈസ്തവ സഭകൾക്ക് ഒക്കെ അവർക്ക് കൂടി കിട്ടിയിട്ടുള്ള അംഗീകാരമായിട്ട് ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ
എങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ രാഷ്ട്രീയമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കാം. വി മുരളീധരൻ ഇപ്പോഴും മന്ത്രിയല്ല, അദ്ദേഹം BJP-യുടെ നേതാവാണ്. അദ്ദേഹത്തിന് ആ പൊളിറ്റിക്കൽ ലൈന് പറയാനുള്ള എല്ലാ അർഹതയും കേരളത്തിലുണ്ട്. കേരളത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് മുരളീധരൻ വിമർശിക്കാൻ ഒരു അർഹതയില്ല. വിമർശിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വയം ആ ധാർമ്മികത പുലർത്തുന്നവരാവണം. ആ ധാർമ്മികത നമ്മൾ ആരും പുലർത്താത്തിടത്തോളം കാലം വി മുരളീധരൻ മാത്രം അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കണമെന്ന് പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല എന്നുള്ളത് വസ്തുതയാണ്. ഒന്ന്, ഇവിടെ ശ്രീ VPP മുസ്തഫയോടും ജ്യോതികുമാർ ചാമക്കാലയോടും ചോദിച്ച ചില കാര്യങ്ങളുണ്ട്, അതിന് കൂടി ചില മറുപടികൾ പറയട്ടെ. ഇവിടെ VPP മുസ്തഫ ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഞങ്ങൾ തോറ്റെങ്കിലും ദേശീയ തലത്തിൽ വന്നിട്ടുള്ള റിസൾട്ട് വളരെ ആവേശം നൽകുന്നതാണ്. ഏത് റിസൾട്ടാണ് CPM-ന് ദേശീയ തലത്തിൽ ആവേശം നൽകിയിട്ടുള്ളത് ഒന്ന് പറയാമോ? ബംഗാളിൽ 35 കൊല്ലം ഭരിച്ച ബംഗാളിൽ 33 സീറ്റിൽ മത്സരിച്ച് കിട്ടിയ വോട്ട് ശതമാനം എത്രയാ? 5% വോട്ടാണ് കിട്ടിയത്. 5%. ഇവിടെ കൊട്ടിഘോഷിച്ച ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ലക്ഷക്കണക്കിന് പേർ DYFIയുടെ മീറ്റിംഗിൽ വന്നു. അവിടെ AR റഹീമിന്റെ പ്രസംഗം കേട്ട് അവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർ കൈയടിച്ചു. ഇതാ ബംഗാളിൽ CPM തിരിച്ചു വരുന്നു എന്ന് ചർച്ച ചെയ്ത ആളുകളൊക്കെ ഇപ്പൊ എന്താ പറയാത്തത്? അവിടെ CPM ആകെ ഒരു സീറ്റിലാണ് 2ാം സ്ഥാനത്ത് പോലും വന്നത്. ഒറ്റ സീറ്റിലാണ് 2ാം സ്ഥാനത്ത് വന്നത്. 33 സീറ്റിൽ 32 സീറ്റിലും കെട്ടിവെച്ച കാശാണ് അവിടെ പോയത്. 32 സീറ്റിലും അതുപോലെയുള്ള തകർച്ച ബംഗാളിൽ. ഇനി ത്രിപുരയിൽ, നിങ്ങൾ 30 വർഷം ഭരിച്ച ത്രിപുരയിൽ ആകെ കിട്ടിയത് 12% വോട്ടാണ്. BJP കിട്ടിയത് 70% വോട്ടാണ്. 70% വോട്ടാണ്. തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ BJP മത്സരിച്ചു. അവിടെ BJP ഒരു മുന്നണിയുടെ ഭാഗത്തിൽ അവിടെ ചെറിയ പാർട്ടികളുമായിട്ട് മുന്നണിയായിരുന്നു. അവിടെ BJP കിട്ടിയിട്ടുള്ള വോട്ട് എത്രയാണ്? അവിടെ NDAക്ക് 19% വോട്ട്. ഈ കേരളത്തിൽ നിങ്ങൾ പരിശോധിക്കുക. കേരളത്തിൽ ഞങ്ങൾ 20% വോട്ടോളം എത്തിക്കഴിഞ്ഞു. ഒരു മണ്ഡലത്തിൽ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു. ഒരു മണ്ഡലത്തിൽ 2ാം സ്ഥാനമാണ്. 2-3 മണ്ഡലങ്ങളിൽ ഞങ്ങൾ വളരെ നിർണായകമായിട്ടുള്ള സ്ഥാനങ്ങളിൽ 10,000-15,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രം പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തെറ്റിയിരുത്താനും പരിശോധനയ്ക്കും തയ്യാറുണ്ടെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്താ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ളത്? എന്തുകൊണ്ട് നിങ്ങൾ തോറ്റു എന്നുള്ളതിന്റെ ഉത്തരം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിലുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞത്? കേരളത്തിലെ CPM മുസ്ലിം മതവിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അവർക്ക് ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വോട്ട് നഷ്ടപ്പെട്ടത്. നിങ്ങൾ ഇഴകീറി പരിശോധിച്ചോ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഓരോ വോട്ടും, ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും വോട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ കാരണം നിങ്ങൾ നടത്തിയിട്ടുള്ള ഹമാസ് പ്രേമമാണ്. ഇസ്രായേലിലേക്ക് കടന്നു ചെന്ന് ഹമാസ് തീവ്രവാദികൾ നടത്തിയ നരനായാട്ടിനെ അനുകൂലിച്ചുകൊണ്ട്, മനുഷ്യത്വരഹിതമായിട്ടുള്ള നരനായാട്ടിനെ അനുകൂലിച്ചുകൊണ്ട്, മതഭീകരവാദത്തെ അനുകൂലിച്ചുകൊണ്ട് നിങ്ങൾ മുക്കിന് സംഘടിപ്പിച്ച ഹമാസ് അനുകൂല പൊതുയോഗങ്ങളുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ പരാജയത്തിന്റെ ആദ്യത്തെ കാരണം. ന്യായീകരിക്കാൻ വേണ്ടി ചാനൽ ചർച്ച അല്ല. ഞാൻ പറഞ്ഞോട്ടെ ആഷ്മി, ഞാനൊന്ന് പറഞ്ഞോട്ടെ ആഷ്മി, നിങ്ങൾ എന്തിനാ തടസ്സപ്പെടുന്നത്? ഈ ദിവസം അല്ലല്ല, ഇതൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ ഇടവേള പോലെ അല്ലെങ്കിൽ കേൾക്കേണ്ട കാര്യമാണ്. ഹിന്ദു വിശ്വാസം ഒരു മിനിറ്റ്